ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പനീറാണ്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പനീറാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ 2 ലിറ്റർ മിൽമ പാലാണ് വാങ്ങിയിട്ടുള്ളത്. പാല് തിളപ്പിക്കുന്നതിനായി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മൾ 2 ലിറ്റർ പാലും ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നമുക്കിത് തിളപ്പിക്കാനായി വെക്കാം. അപ്പോൾ നമ്മുടെ പാലൊന്ന് തിളച്ച് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ആവശ്യമായ നാരങ്ങ നീര് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 3 ചെറുനാരങ്ങയാണ് വേണ്ടത്. അപ്പോൾ അത് നമുക്കൊരു ബൗളിലേക്ക് അതിൻ്റെ നീരെടുക്കാം. അപ്പോൾ നമ്മൾ നാരങ്ങ പിഴിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ നാരങ്ങ നീര് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാലരിക്കാനുള്ള പാത്രങ്ങൾ റെഡിയാക്കാം. അപ്പോൾ ഇതിനായി നമുക്ക് ഹോൾസ് ഉള്ള പാത്രം വേണം. അതിൻ്റെ താഴെ വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള ഒരു പാത്രം വേണം. ഇനി നമുക്കിതിൻ്റെ മുകളിൽ നല്ല വൃത്തിയുള്ള തുണി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാല് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പാല് അടി പിടിക്കാതെ ഒരു കയ്യിൽ വെച്ച് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ പാല് പിരിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ പിരിയണം. ഇതിലത്തെ വെള്ളം വേറെ ആയിട്ട് കിട്ടണം. ഈ പാല് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇതൊന്നും കൂടി ആവണം. അപ്പോൾ അതൊന്ന് റെഡിയായി വരുമ്പോൾ നമ്മൾ നേരത്തെ വെച്ച പാത്രത്തിലേക്ക് ഒഴിച്ച് അരിച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ വെള്ളമൊക്കെ തെളിഞ്ഞ് കാണുന്നുണ്ട്. ഇനി നമുക്ക് അരിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ തുണി കൂട്ടിപ്പിടിച്ച് ഇതിലത്തെ വെള്ളം നല്ല പോലെ പിഴിഞ്ഞ് കളയണം. അപ്പോൾ ഞാൻ ഇനി ഈ തുണി ടൈറ്റായി കെട്ടി ഒരു സ്പൂണ് വെച്ച് ബാക്കിയുള്ള വെള്ളം കൂടി കളയുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഫുൾ അരിച്ചെടുത്തിട്ടുണ്ട്. അരിച്ചെടുത്ത വെള്ളമാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ഈ വെള്ളം ഇനി ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ പനീർ സെറ്റാക്കാൻ വയ്ക്കാം. അപ്പോൾ അതിനായിട്ടൊരു തുണിയിൽ ടൈറ്റായി കെട്ടിയിട്ടുണ്ട്. ആ ഹോളിലെ പാത്രത്തിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് വെയിറ്റ് വേണം അതിൻ്റെ മുകളിൽ വയ്ക്കാൻ. അപ്പോൾ ഞാനൊരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ച് അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. വെയിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ വെള്ളം തന്നെ വെക്കണം എന്നൊന്നുമില്ല. വെയിറ്റുള്ള എന്ത് വേണേലും വെക്കാം, എന്നാലും അത് സെറ്റ് ആവുള്ളൂ. ഈ വെയിറ്റ് 2 മണിക്കൂർ വെക്കണം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ പനീർ തയ്യാറായിട്ടുണ്ട്. ഇതെങ്ങനെ ഉണ്ടെന്ന് നമുക്ക് ഈ തുണിയിൽ നിന്ന് എടുത്ത് നോക്കാം. അപ്പോൾ നമ്മൾ പനീർ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ടൈറ്റ് ചെയ്തതിൻ്റെ അടയാളമാണ്. കട്ട് ചെയ്യുമ്പോൾ ഈ ഷേപ്പ് ഒന്നല്ല, നല്ല ഷേപ്പിൽ തന്നെ കിട്ടും കേട്ടോ. ഇനി നമുക്കിത് 10 മിനിറ്റ് ഫ്രീസറിൽ വെക്കണം. അപ്പം നമ്മുടെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പനീർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായ പനീറാണ്. ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഹെൽത്തി ആയിട്ടുള്ള പനീറാണ്. എല്ലാവരും കടയിൽ നിന്നാവും പനീറൊക്കെ കൂടുതലും വാങ്ങൽ. ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തിട്ടുള്ള ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതിലേക്ക് എല്ലാവർക്കും ബൈ.